ഇന്നത്തെ പ്രതിവാര ജ്ഞാനതളം 13. ബാംഗ്ലൂർ ആശ്രമത്തിൽ വെച്ചാണ് ഗുരുജി 1995 സെപ്റ്റംബർ 6 ഈ ജ്ഞാനം നമുക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് വളരെ സ്നേഹവും വിശ്വാസവുമുള്ള ഒരാൾ നിങ്ങളോട് നുണ പറയുകയും നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? 1. ദുഃഖം. 2. കോപം. 3. വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നൽ. 4. നിരാശ. 5. കാരുണ്യം. 6. നിങ്ങളോടുള്ള വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്ന തോന്നൽ. 7. ബഹുമാനം നഷ്ടപ്പെടൽ. 8. അത്ഭുതം. 9. ഞെട്ടൽ. 10. അങ്കലാപ്പ്. ഇടയ്ക്കിടയ്ക്ക് ആരോ എന്നോട് നുണ പറഞ്ഞപ്പോൾ എനിക്കതിൽ സന്തോഷം തോന്നുകയും അയാളോട് കൂടുതൽ സ്നേഹം തോന്നുകയും ചെയ്തു. കാരണം അയാൾ നല്ല നുണയനല്ല എന്നത് തന്നെ. നല്ല നുണയനായിരുന്നെങ്കിൽ അയാൾ പിടിക്കപ്പെടില്ലായിരുന്നു. സമർത്ഥമായി നുണ പറയാൻ പോലും അറിയാത്ത നിഷ്കളങ്കനാണല്ലോ അയാൾ എന്നെനിക്ക് തോന്നി. അയാൾ നുണ പറഞ്ഞു, പിടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ നുണ പറഞ്ഞുവെന്ന് എങ്ങനെയാണ് അറിയുക? അതുകൊണ്ട് ഒരു നല്ല നുണയനെ നിങ്ങൾക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ നുണയനെന്ന് വിളിക്കുന്നയാൾ നല്ല നുണയനല്ല, അയാൾ നിഷ്കളങ്കനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ മാനസിക അഭ്യാസങ്ങളിലൂടെ ഒന്നും കടന്നു പോകേണ്ട കാര്യമില്ല. പകരം പ്രേമത്തിൽ അലിഞ്ഞ് ഇല്ലാതാകൂ.